നടക്കുന്ന വാർത്തയിലേക്ക് തന്നെയാണ്. ജാമ്യത്തിലിറങ്ങിയ പ്രതി അമ്മയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തി. പാലക്കാട് പോത്തുണ്ടി സ്വദേശികളായ അമ്മയെയും മകനെയുമാണ് അയൽവാസി കൊലപ്പെടുത്തിയത്. നേരത്തെ ഇതേ കുടുംബത്തിലെ ഒരാളെ കൊന്ന് ജയിലിൽ പോയതിനു ശേഷം കേസിന്റെ ഭാഗമായി ഇപ്പോൾ ജാമ്യത്തിൽ വന്ന ആളാണ് വീണ്ടും രണ്ടുപേരെ കൂടി ഒരു കുടുംബത്തെ ആകെ കൊലപ്പെടുത്തുകയാണ്. നേരത്തെ ഇന്നിപ്പോൾ കൊല ചെയ്യപ്പെട്ട സുധാകരനെയും അമ്മ ലക്ഷ്മിയുമാണ്. ഈ സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയാണ് നേരത്തെ അയൽവാസിയായ ചെന്താമര ജയിലിൽ പോകുന്നത്. ആ കേസിൽ ജാമ്യം എടുത്ത് തിരിച്ചു വന്നിട്ട് ഈ നേരത്തെ കൊലപ്പെടുത്തിയ ആളുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തുകയാണ്. നെന്മാറയിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവങ്ങൾ ഉണ്ടായത്. ഗോകുൽ VS നമ്മളോടൊപ്പം ചേരുകയാണ്. ഗോകുൽ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്ര വലിയ വൈരാഗ്യം ഉണ്ടാകുന്നത്? അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സുധാകരന്റെ ഭാര്യ സജിതയെ ഇയാൾ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിന് കാരണമായി ഉണ്ടായിരുന്നത്, അതായത് അന്നത്തെ പോലീസ് രേഖകളിൽ പറയുന്നത്, സജിതയാണ് തന്റെ ഭാര്യയും തന്നെയും തമ്മിൽ തെറ്റിച്ചത്, അത്തരത്തിൽ തങ്ങൾക്കിടയിൽ കുടുംബ പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ള ഒരു കാരണമാണ് അതിൽ ചെന്താമര ഇയാളുടെ സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ കാരണമായിരുന്നത്. അതിനുശേഷം പിന്നീട് ഇറങ്ങി വരികയും പിന്നീട് ഇരുവർക്കുമിടയിൽ വൈരാഗ്യം ഉണ്ടായത് എന്താണെന്നുള്ളത്, അതായത് ഇപ്പോൾ ഈ രണ്ടുപേരെയും കൊന്നതിന്റെ കാരണം മനസ്സിലാകുന്നില്ല. പക്ഷേ സജിതയെ കൊലപ്പെടുത്താൻ കാരണം ഇത്തരത്തിൽ തങ്ങൾക്കിടയിൽ സജിത പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളൊരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ഒരു ധാരണയുടെ പുറത്താണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതിനുശേഷം പുറത്തിറങ്ങുകയും, പക്ഷെ അതേസമയം തന്നെ എന്തുകൊണ്ടാണ് ഈ അമ്മയോടും സുധാകരനോടും ഇത്തരത്തിൽ വൈരാഗ്യം ഉണ്ടായതിന്റെ കാരണം എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും ഇരുവരെയും കൂടി, അതായത് ഒരു കുടുംബത്തിലെ 3 പേരെ നിഷ്കരുണം കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. ഇപ്പോഴും ചെന്താമര ഒളിവിലാണ്. അയാളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഒരു മണിക്കൂറിന് മുൻപാണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതകം നെന്മാറയിൽ സംഭവിച്ചത്. ജാമ്യത്തിൽ ഇറങ്ങുന്നത് ഗോകുൽ ഒരാഴ്ച മുൻപാണ് എന്നുള്ള ഒരു വിവരമാണ് ലഭ്യമാകുന്നത്. അത് കൃത്യമല്ല, അത് നമുക്ക് ആ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന ഏകദേശം ഒരാഴ്ച മുൻപോ മറ്റോ ആണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിലൊരു വ്യക്തതക്കുറവുണ്ട് ആ കാര്യത്തിൽ. അതിലൊരു ചെറിയ സംശയം നിലനിൽക്കുന്നുണ്ട്. ഒരാഴ്ച മുൻപ് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഇതിന് കഴിഞ്ഞ് അമ്മയോടും മകനോടും ഇയാൾക്ക് എന്തിന് വൈരാഗ്യം വയ്ക്കണം എന്നുള്ളൊരു കാര്യം വ്യക്തമല്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഈ ഇരു കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ആ കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാരണം ചെന്താമരയെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ കൊലപാതകം നടത്തിയതിനു ശേഷം ഒളിവിൽ പോയി എന്നുള്ള വിവരങ്ങളാണ് മനസ്സിലാവുന്നത്. ഇരുവരെയും, അച്ഛനെയും അമ്മയും മകനെയും അമ്മയും കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ ഒളിവിൽ പോയി എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇയാൾ ഈ സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്താൻ കാരണം ഈ ചെന്താമരയ്ക്കും അതോടൊപ്പം തന്നെ ചെന്താമരയുടെ ഭാര്യയ്ക്കും ഇടയിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന് കാരണം സജിതയാണെന്നുള്ള ഒരു ധാരണയെ തുടർന്നായിരുന്നു. അതിനുശേഷം ആ സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ പിടിയിലായി. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ഈ 2 കൊലപാതകങ്ങൾ കൂടി നടത്തിയിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 3 പേരെയും തന്നെ കൊല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം.